ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഓംലെറ്റ് ആണ്, ഞണ്ട് ഓംലെറ്റ്. അപ്പോൾ ഈ ഞണ്ട് ഓംലെറ്റ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഓംലെറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഞണ്ടൊന്ന് വേവിച്ചെടുക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 5 മീഡിയം സൈസിലുള്ള ഞണ്ടാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കാലൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ഞണ്ടാണ്. ഈ ഞണ്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ഒന്ന് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളവും അതിൻ്റെ മുകളിൽ ഒന്ന് തട്ടും വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ട് ചേർത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് വേവിച്ച് എടുക്കാം. നമ്മൾ ഞണ്ട് വെള്ളത്തിലിട്ട് വേവിച്ചെടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഒന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്നതാണ്. ഇപ്പം ഞാനൊരു 10 മിനിറ്റ് ഞണ്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞണ്ടിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അല്പനേരം ഒന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം. ഇനി നമുക്ക് ഈ ഞണ്ട് ഒന്ന് തോടൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതിനുള്ളിലുള്ള ഫ്ലഷ് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു തോടൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് ഫ്ലഷ് എടുക്കാനായിട്ട് പറ്റും. ഒന്നുകിൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് തോട് ഇളക്കി മാറ്റാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കത്രിക വെച്ചിട്ടും എളുപ്പത്തിലൊന്ന് തോട് ഇളക്കി മാറ്റാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതിനുള്ളിലെ ഫ്ലഷ് എല്ലാം തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാലും കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് തന്നെ നമുക്ക് ഒന്ന് പൊട്ടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ ഞണ്ടിനുള്ളിലുള്ള ഫ്ലഷ് എല്ലാം തന്നെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഏകദേശം ഒരു അരക്കപ്പ് അളവിൽ ഞണ്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഓംലെറ്റിന് വേണ്ടിയിട്ട് ഈ ഞണ്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ എണ്ണ ചേർത്തതിന് ശേഷം 1/2 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് പൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 3 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്തൊന്ന് ചതച്ചെടുത്തത് ഇതിലേക്കൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഞണ്ട് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് 1 മിനിറ്റ് നന്നായിട്ട് ഈ എണ്ണയിലൊന്ന് വഴറ്റി എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ഒന്ന് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ഞണ്ടിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരെയൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഞണ്ട് ഓംലെറ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ടയൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 4 മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. നമുക്ക് എത്ര ഞണ്ടാണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ ഓംലെറ്റിന് റെഡിയാക്കുന്ന പോലെ തന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ അളവ് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു മുട്ടയ്ക്കും സവാളയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാവൂ. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഞണ്ട് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഞണ്ട് ഓംലെറ്റിന് വേണ്ടിയിട്ടുള്ള മുട്ട റെഡിയായി കഴിയും. ഇനി നമ്മൾ സാധാരണ ഓംലെറ്റ് റെഡിയാക്കി എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് പാനിൽ ഇതൊന്ന് ഒഴിച്ചൊന്ന് ചുട്ടെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാനൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയൊന്ന് പുരട്ടിയതിന് ശേഷം ഒരു തവി ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് അളവിൽ ഇതിലേക്കൊന്ന് മുട്ടയൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പാനിൽ നിന്നൊന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഓംലെറ്റ് ആണ്. അപ്പോൾ എന്തായാലും ഞണ്ട് വാങ്ങുന്ന സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.